ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും വലിയ മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻ ഇവിടെ മുളകിട്ട് വറ്റിക്കാൻ പോകാമെന്ന്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയും വമ്പിളി എന്ന് പറയും, പിന്നെ പൂശാൻ എന്ന് പറയും എന്നൊക്കെ പറയും. നിങ്ങളൊക്കെ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മീനാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചതാണ്, 500 ഗ്രാം. ഇനി അത് ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം സവാള, 5 പച്ചമുളക്, ലേശം വെളുത്തുള്ളി, ഇനി ഒരു കഷ്ണം ഇഞ്ചി കൂടി അതിൻ്റെ ഒപ്പം കൂട്ടണം. ഇനി ഞാനൊരു കട്ട പുളി എടുത്ത് വെള്ളത്തിലിട്ട് പൊതിർത്തി വെക്കാൻ പോകുകയാണ്, നല്ലോണം പൊതിർത്തി എടുക്കാൻ പോകുകയാണ്. ഇനി ഞാനിതാ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയും ചതച്ചതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂശാൻ എന്ന് പറഞ്ഞ മീനൊക്കെ നന്നാക്കി ചെറുതാക്കി മുറിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതൊക്കെ നന്നാക്കി ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ചട്ടി ഗ്യാസുമേലേക്ക് വെച്ച് കൊടുക്കണം. ഇത് ഞാൻ കഴുകി എടുത്തതിന് ശേഷമാണ് മുറിക്കുന്നത്. എന്നാലും മുറിച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം ഒഴുക്കി പാരണം. ഒക്കെ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോലിക്കൊക്കെ എൻ്റെ നന്ദി. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാനിനി ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചട്ടി നല്ലോണം ചൂടാകുന്നവരെ ഒന്ന് കാത്തു നിൽക്കുക. ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ആ ഉലുവ നല്ലോണം ഒന്ന് ചോന്ന് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് നല്ലോണം വറ്റിച്ചെടുക്കണം. വെള്ളം പോലെ ആക്കരുത്. വെള്ളം പോലെ ആക്കിയാൽ നമുക്ക് പത്തിരിക്ക് പൂളക്കൊക്കെ കൂട്ടാൻ പറ്റും. ചോറിന് ഇത് വറ്റിച്ചെടുത്തെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ഞാൻ എൻ്റെ ഉലുവ ഒക്കെ ചോന്ന് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കണം. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നാക്കി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടാൽ വേഗം വയന്ന് കിട്ടും. അതിനാണ് ഉപ്പ് വേഗം ഇടുന്നത്, മുൻപേ തന്നെ ഇടുന്നത്. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കണം. ഇനി ഉപ്പിട്ട് നന്നാക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പുളി നന്നാക്കി പിഴിഞ്ഞ് കൊടുക്കണം. കുതിർത്തി വെച്ച പുളി ഞാൻ നന്നാക്കി ഞവണ്ടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നാക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗൾഫിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, എല്ലാം കറിയൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവരൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇനി നന്നാക്കിയത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അരിച്ചൊഴിച്ച് കൊടുക്കണം. ഇനി ഞാൻ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി പിഴിഞ്ഞ് ബാക്കി പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റുള്ള മീനാണിത്. ഈ പുളിവെള്ളം നല്ലോണം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കൂടുതലായിട്ട് ഇടണ്ട. മല്ലിപ്പൊടി ഒരു ലേശം ഇടാവും. മല്ലിപ്പൊടി ഇട്ടിക്കില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ്, 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ എരിവ് ഒന്ന്
കുത്തലൊരടങ്ങ് കിട്ടാൻ വേണ്ടി കൊണ്ടിടുകയെന്ന്. ഇട്ടിക്കില്ലേലും കുഴപ്പമൊന്നുമില്ല, ഒരു കറക്റ്റ് ഒരു മുയിപ്പും കിട്ടാൻ വേണ്ടി കൊണ്ടിടുകയെന്ന്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതൊരു 1/4 ടീസ്പൂണാണ് ഇട്ടത്. ഇനി നന്നാക്കി ഇതൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് നന്നാക്കി വേവിച്ചെടുക്കാം. തക്കാളി ഉള്ളിയെല്ലാം നന്നാക്കി വെന്ത് നല്ലോണം അടിഞ്ഞ് വരണം, എന്നെങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മളെ കറി ഇതാ നല്ലോണം വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നാക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ മസാലകളൊക്കെ നിങ്ങൾക്ക് പാകത്തിനുള്ള വേറെ ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുത്ത്. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നാക്കി ഒന്ന് അമർത്തി വെച്ച് നന്നാക്കി മൂടി വെച്ചൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണത്. നല്ലോണം എരിവും പുളിയൊക്കെ പിടിക്കുന്നവരെ നന്നാക്കി ഇതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നാക്കി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. കുറച്ച് മല്ലിച്ചപ്പ് വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഇത് ഉണങ്ങിപ്പോയി. മല്ലിച്ചപ്പൊക്കെ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ടാണ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാത്ത. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊന്നുമില്ലാണ്ട് ഇതങ്ങനെ വറ്റിച്ചെടുക്കണം. നല്ലോണം വേറെ ഒന്നും വേണ്ട ചോറിന്, ഇത് മാത്രം മതി. ഇനിയൊക്കെ റെഡി ആയിട്ടുണ്ട്.